എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഗോതമ്പ് മാവിന് മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് കലക്കി ദോശ ചുട്ടെടുക്കുകയാണ്. ആ ബാസ്മതി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ മുട്ട ഇതുപോലെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കി ഇവിടെ നമുക്ക് ചുട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ കുറുമയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എപ്പോഴും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാതിരുന്നത്. നബീലിന് പോവാറായി. നബീലിന് കാപ്പി കൊടുക്കട്ടെ. അങ്ങനെ കാപ്പി പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് ബീട്രൂട്ട് കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ബീട്രൂട്ട് ഇട്ട് വേവിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് പരിപ്പിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ബീട്രൂട്ടാണ് കേട്ടോ നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബീട്രൂട്ട് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഈ രൂപത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് ബീട്രൂട്ട് താളിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കടുകാണ് ഇട്ടെടുക്കുന്നത്. കടുകൊക്കെ ഒന്ന് പൊട്ടി. ഇനി നമ്മൾ ചതച്ച് വെച്ചുള്ള ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി ചെറിയ ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കട്ടെ. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിലിലേക്ക് 1/4 ടീസ്പൂണിൽ അല്പം കൂടി മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുക്കറിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ. നല്ലൊരു കുറുകിയ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇത് ഒത്തിരി നേരം ഇട്ട് വറ്റിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമ്മൾ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ മെഴുക്ക് പുരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കായും ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കോരി മാറ്റിയ ശേഷം ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ. മുളകൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. ആ ചട്ടിയിലേക്ക് നമുക്ക് അല്പം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം.
ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഫ്രൈ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബീട്രൂട്ട് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ അരപ്പിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അടുത്ത ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മീൻ മാങ്ങാക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് കറി വയ്ക്കാൻ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് മിക്സാക്കി മീനിൻ്റെ പുറത്തേക്ക് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീനൊക്കെ ഒരുവിധം മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വലിയ പുളിയല്ലാത്ത എന്നാൽ നമ്മുടെ കറിക്ക് ചേർക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 മാങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കൊട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇത്, കടിച്ചു കൂറാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ കൊട്ടയൊക്കെ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങയും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള കറികളാണ് കേട്ടോ ഇതെല്ലാം. ബീട്രൂട്ട് പരിപ്പ് കറി, ഉരുളക്കിഴങ്ങും കായും കൂടിയിട്ട് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, ബീട്രൂട്ട് ഫ്രൈ, പിന്നെ നമ്മുടെ മീനും മാങ്ങയും കൂടെ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.